നമസ്തേ. നിങ്ങൾ ആരാലെങ്കിലും ചവിട്ടി അരയ്ക്കപ്പെടുന്നുണ്ടോ? ഒറ്റപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിശബ്ദരാക്കപ്പെടുന്നുണ്ടോ? ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാത്ത വിധം നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലാണ്. ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട്, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ സ്വാർത്ഥരായിരിക്കും. അങ്ങേയറ്റത്തെ സ്വാർത്ഥരായിരിക്കും. സാധാരണ എല്ലാവർക്കും അവരവരുടെ കാര്യത്തിലൊക്കെ കുറച്ച് സ്വാർത്ഥതയുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വാർത്ഥതയുടെ അങ്ങേയറ്റമായിരിക്കും. അവരുടെ കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഈ വ്യക്തിത്വമുള്ള ആളുകൾ. രണ്ടാമതായിട്ട്, ഇങ്ങനെയുള്ളവർക്ക് ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ഒരു കാരുണ്യമോ ഒന്നും അവിടെ അടിസ്ഥാന ഭാവത്തിൽ കാണത്തില്ല. ഒരുപക്ഷെ അങ്ങനെയൊക്കെ അവർ അഭിനയിക്കുമായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി കാരുണ്യം, ദയ അല്ലെങ്കിൽ ക്ഷമ, ഒന്ന് കാത്തിരുന്നേക്കാം, അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും. മൂന്നാമതായിട്ട്, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരു മാസ്കിംഗ് കാണും. ഒരു മുഖംമൂടിയുണ്ട് അവർക്ക്. സ്വാഭാവികമായ ചില വൈകല്യങ്ങളെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് വളരെ ചാമിങ് ആയിട്ട് ആൾക്കാരുടെ മുമ്പിൽ പ്രകടമാകും. അവർ വളരെ ലവിങ് കൈൻഡ്നസ് ഉള്ളവരാണെന്ന് അവർ അവതരിപ്പിക്കും. അവരെ തന്നെ മറ്റുള്ളവരോട് ദാനം ചെയ്യുന്നവരൊക്കെ ആണെന്ന് അവതരിപ്പിക്കും. പക്ഷെ സത്യത്തിൽ അവരങ്ങനെയല്ല. അതുപോലെ തന്നെ അവരോട് ഇടപെടുന്ന ആൾക്കാരോട് വളരെ രാജകീയമായ സ്വീകരണങ്ങൾ കൊടുക്കുകയും കഷ്ടപ്പെട്ട് ചിലതൊക്കെ നേടിക്കൊടുക്കുന്നു എന്ന് വരികയും ചെയ്യും. എന്നാൽ അത് നേട്ടത്തിൻ്റെ സന്തോഷത്തിൽ അവരെത്തി അത് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ മനിപ്പുലേറ്റ് ചെയ്യപ്പെടും. സങ്കടത്തിൻ്റെ, വിഷമതയുടെ, അസ്വസ്ഥതയുടെ ഒരു അവസ്ഥയിലേക്ക്, അതിൻ്റെ പടുകുഴിയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു എക്സ്ട്രീം സന്തോഷവും അടുത്ത എക്സ്ട്രീമിൽ ഒരു ദാരുണമായ വീഴ്ചയുടെ സങ്കടത്തിലും അകപ്പെടുന്നൊരവസ്ഥ ആണ് ഇവർക്കുള്ളത്. ആ ലവ് ബോംബിങ്ങിൽ നിന്നും ഒരു എക്സ്ട്രീം മാനിപ്പുലേഷനിലേക്ക് ഇവരെത്തിക്കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സംഘർഷം ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കും. നാലാമത്തേത് ഗ്രാൻഡിയോസിറ്റിയാണ്. അവർ വലിയ സംഭവമാണ് എന്ന് അവതരിപ്പിക്കും. ഇതെന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത്? അവരുടെ പരിമിതി അവർക്ക് തന്നെ അറിയാം. അത് മറയ്ക്കുന്നതിന് വേണ്ടി ഒരു ഗംഭീര സംഭവമായി അവരവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും പ്രശംസ കിട്ടത്തക്ക രീതിയിലോട്ട് സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കുകയോ ചെയ്യും. അതുകൊണ്ട് പ്രശംസിക്കുന്നവരെയൊക്കെ ഇവർക്ക് വളരെ വലിയ ഇഷ്ടമാണ്. അഞ്ചാമത്തേത്, എന്ത് പ്രശ്നം വന്നാലും ഇവർ മറ്റുള്ളവരുടെ മേൽ പഴിചാരും. അവർ പെർഫെക്റ്റാണ്, അവരുടെ ഭാഗത്ത് വീഴ്ചകളൊന്നും വരുന്നില്ല എന്ന് വരുത്തി തീർത്തിട്ട് എല്ലാ പ്രശ്നവും കൂടെയുള്ള ആളുടെ മേൽ പഴിചാരി രക്ഷപ്പെടും മാത്രമല്ല, അവരെ കുറ്റപ്പെടുത്തും. ആ കാരണം പറഞ്ഞ് തരം താഴ്ത്തും. അതൊരു നല്ലൊരു അവസരമായിട്ട് വരെ അവരത് പ്രയോജനപ്പെടുത്തും. ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിരന്തരമായി ഇടപെടുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയണം. ഒന്നാമതായിട്ട്, ലോ ഓഫ് സെൽഫ് എസ്റ്റീം. ഇവരോട് ഇടപെടുന്ന ആൾക്കാരുടെ ആത്മാഭിമാനം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അതിങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യും. കാരണം എപ്പോഴും കുറ്റപ്പെടുത്തൽ, തരം താഴ്ത്തൽ, ഒരു നിലവാരവും തനിക്കില്ലെന്ന് വരുത്തി തീർക്കൽ, ഇതുകൊണ്ടൊക്കെ ആ ആത്മാഭിമാനം താഴ്ന്ന് ഇല്ലാതായിപ്പോകും. രണ്ടാമതായിട്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. ഇവർ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക് ഇഷ്ടം. അത്തരക്കാർ ആ കൂടെയുള്ളവരെ ഒറ്റപ്പെടുത്തിയും അതുപോലെ തന്നെ അധികം പുറത്ത് ആളുകളുമായി സഹവസിക്കാൻ അവസരം കൊടുക്കാതെയും അഭിപ്രായം പറയാൻ അവസരം കൊടുക്കാതെയും ഒക്കെ ഒറ്റപ്പെടുത്തി കളയും. ഇതൊരു തരത്തിലെ പീഡനം തന്നെയാണ്. അങ്ങനെ ഇവർ ഒന്നിനും കൊള്ളാത്തവരായി ഒരു പ്രത്യേകതരം എക്സ്പ്ലോയിറ്റേഷന് വിധേയമായിട്ട് ചുരുങ്ങി അവരുടെ ആ സംഘർഷങ്ങളെല്ലാം ഉള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇതെല്ലാം തന്നെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റായി പുറത്താരും അറിയാതെ ക്രമേണ കൊണ്ട് വളരെ കരുതലോടുകൂടി സൂക്ഷ്മതയോടെ ആ ആളിനെ ഒതുക്കി തീർക്കാനാണ് ഇത്തരം വ്യക്തിത്വമുള്ളവർ ശ്രമിക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി കൊച്ചു കാര്യങ്ങൾ തന്നെ വലിയ കാര്യങ്ങളായിട്ട് അവർ വീർപ്പിച്ച് കാണിക്കും. ചെറിയ കുറ്റങ്ങൾ വരുമ്പോഴേക്കും വാക്കുകൾ കൊണ്ട് തകർത്ത് കളയും. ഇമോഷണലി, വെർബലി അബ്യൂസ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിബന്ധങ്ങളൊക്കെ കുറഞ്ഞു വന്ന് ദൃഢതയില്ലാതെ ഒറ്റപ്പെട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം മാനസികമാണ്. ഇവരനുഭവിക്കുന്ന ആ സ്ട്രെസ്സ് ആരോടാണെന്ന് പറയുക? ഒരുപക്ഷെ ഫാമിലിയിലാണെങ്കിൽ ഈ അനുഭവം ഉണ്ടാകുന്നത്
ഒരു ജീവിത സഖിയിൽ നിന്നാണെന്ന് കരുതുക. എന്തായിരിക്കും അനുഭവം? ആരോട് പറയും? ആ വീട്ടിലുള്ള അമ്മയോട് പറയാൻ ഒക്കുമോ? അച്ഛനോട് പറയാൻ ഒക്കുമോ? ഇളയ സഹോദരങ്ങളോട് പറയാൻ പറ്റുമോ? ആരാണ് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക? ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി ഈ സ്ട്രെസ്സെല്ലാം കൂടെ വലിയ ആങ്സൈറ്റി ഉണ്ടായിട്ട് ഒരുപക്ഷെ അത് ഡിപ്രഷനിലേക്ക് പോകാനും ഇത് അവരുടെ സ്വഭാവത്തെ ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ക്രമേണ കൊണ്ട് അവർ ഒരു മാനസിക രോഗിയായി മാറുന്നതിന് വരെ അതിന് അവസരമുണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മൂന്നാമത്തേത് ശാരീരിക രോഗങ്ങളാണ്. നമുക്കറിയാം മനസ്സും ശരീരവും എത്രത്തോളം ഏകോപിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. മനസ്സിന് ഇത്രത്തോളം സംഘർഷങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് ഫിസിക്കൽ ബോഡിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേന് ശരീരരോഗങ്ങൾ തുടങ്ങും. തൈറോയിഡ്, PCOD, വേറെ ചില ആൾക്കാർക്ക് റെസ്റ്റ്ലെസ്നെസ്, ശരീരത്തിൻ്റെ എപ്പോഴും നടക്കണമെന്നുള്ള വിചാരം, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾക്ക് വരെ സാധ്യതയുണ്ട് മാനസിക സംഘർഷങ്ങൾ. അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ പലപ്പോഴും ശാരീരിക പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. ആദ്യമാണ് വ്യാധിക്ക് കാരണമെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അഞ്ചാമത്തേതായിട്ട് ദൈനംദിന കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങൾ വരെ ഇവരുടെ ഇടപെടലാണ്. വളരെ സംഘർഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം കൊടുക്കില്ല, ചില അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകുന്നതിന് അനുവാദം കൊടുക്കില്ല, ആളുകളുമായിട്ട് ശരിയായിട്ട് ഇടപെടാനുള്ള അവസരങ്ങളില്ല, അഭിപ്രായം ചോദിക്കില്ല, അഭിപ്രായം പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഏത് തരത്തിലും അസ്വസ്ഥതകൾ മാത്രം മുതൽക്കൂട്ടായിട്ടുള്ള ആളുകളായി ഇതിൻ്റെ അനുഭവസ്ഥർ മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചെറിയ ജീവിതാനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ വളരെ ഷാറ്റേഡായി ജീവിതം തന്നെ വളരെ സ്കാറ്റർ ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ മാറുകയാണ്. ഇവരുടെ വ്യക്തിത്വം തന്നെ ഈ അവസരത്തിൽ വികലമായി പോകുന്നു. ഈ ആളുകളുമായിട്ടുള്ള നിരന്തരമായ ബന്ധം വഴി, സ്ലോ പോയ്സണിങ് വഴി ഇവർ അസ്വസ്ഥരും ക്ഷീണിതരുമായി ഒന്നിനും കൊള്ളാത്തവരായി മാറ്റപ്പെട്ടേക്കാം. ഇതിലൊക്കെ അപ്പുറമായി എല്ലാവരുടെയും മനസ്സിൽ കുറേയൊക്കെ സന്തോഷങ്ങളുണ്ടാവില്ലേ? ആ സന്തോഷം ആരോടാണ് ഷെയർ ചെയ്യുന്നത്? ഏറ്റവും അടുത്തുള്ള ആൾക്കാരോടാണ്. അങ്ങനെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരോട് ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കുക എന്ന് കരുതുക. ആ പങ്കുവെക്കലിനെ തന്നെ ഏറ്റവും ക്ഷീണിപ്പിക്കുകയും അസ്വസ്ഥതയോടെ കാണുകയും ചെയ്ത് ആ സന്തോഷം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും കൂടെയുള്ള ആൾ നോക്കും. ഇങ്ങനെ നിരന്തരമായ ഒരു അനുഭവമുള്ള ആളുകൾ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു വിക്റ്റിമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണെന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുമായിട്ട് ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. നമസ്തേ.